ദുഃഖമോ? രോഹിണി തമ്പുരാട്ടിക്കോ? എന്താ പാടില്ലേ? ജീവിതത്തിൽ വേണ്ടതെല്ലാം വേണ്ടുവോളമുണ്ട്. പണം, പ്രതാപം എല്ലാം ശരിയാണ്. എന്നിട്ടും ഇന്നെന്റെ മനസ്സിന് ദുഃഖമാണ്. ഏത് സുഖവും വാങ്ങുവാനുള്ള പണം തമ്പുരാട്ടിക്കുണ്ടല്ലോ. പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒന്നുണ്ട്. ഹേയ്, ഒന്നുമില്ല. ഉണ്ട്. അതെന്താ? സ്നേഹം. പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒന്നാണ് സ്നേഹം. എനിക്കിന്ന് വേണ്ടതും അത് മാത്രമാണ്. തമ്പുരാട്ടി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അവിടെയാണ് എന്റെ പരാജയം. എങ്ങനെ? ഞാൻ സ്നേഹിക്കുന്നയാൾ അത് മനസ്സിലാക്കുന്നില്ല. ആ ആളിനോട് തെളിച്ചു പറയണം. പറഞ്ഞാൽ എല്ലാം നേരെയാകും. തമ്പുരാട്ടി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടാത്ത വല്ല ഏപ്യനുമുണ്ടോ? അപ്പോൾ തെളിച്ചു പറയട്ടെ. അതാ നല്ലത്. ഞാൻ ജയനെ സ്നേഹിക്കുന്നു. തമ്പുരാട്ടി? അതെ, ജയന്റെ സ്നേഹത്തിനപ്പുറം എനിക്കൊന്നും ആവശ്യമില്ല. ഞാനൊരു പാവമാണ്. തമ്പുരാട്ടി എത്രയോ ഉയർന്നത്. ഞാൻ സ്നേഹിക്കുന്നത് എന്റെ ജയനെയാണ്. പറ്റില്ല തമ്പുരാട്ടി. ഇത് തൽക്കാലം തോന്നുന്നൊരു... അല്ല, ഒരിക്കലുമല്ല. എന്നും എന്നേക്കും ഈ സ്നേഹം എനിക്കുണ്ടാവും. മരണം വരെ എന്റെ മനസ്സിൽ ഇത് ഉറച്ചിരിക്കും. ജയൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് ജീവിതമേ വേണ്ട. എന്നാലും എന്റെ സ്നേഹത്തിന് ഒരു കോട്ടവും ഉണ്ടാവില്ല. ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ജയന്റെ സ്നേഹം കിട്ടും. ഞാൻ അതുവരെ കാത്തിരിക്കാൻ തയ്യാറാണ്. രോഹിണി സ്നേഹിക്കുന്നത് എന്നെയാണോ എന്റെ സംഗീതത്തെയാണോ? ആദ്യം സ്നേഹിച്ചത് സംഗീതത്തെയാണ്. പക്ഷെ ഇപ്പോ സ്നേഹിക്കുന്ന ജയനെയാണ്. മറ്റേതൊരു ചെറുപ്പക്കാരനായിരുന്നെങ്കിലും ഇങ്ങനെ ചിരിക്കുമായിരുന്നു. പക്ഷേ എന്റെ മനസ്സിൽ സന്തോഷമല്ല തോന്നുന്നത്, ഭയമാണ്. തമ്പുരാട്ടി ഒന്നുകൂടി ആലോചിക്കൂ. ഒന്നല്ല, പല പ്രാവശ്യം. പണം മോഹിച്ച് സ്നേഹം ഭാവിക്കുകയാണെന്നേ മറ്റുള്ളവർക്ക് തോന്നും. മറ്റുള്ളവരുടെ തോന്നലാണോ എന്റെ സ്നേഹത്തിനേക്കാൾ വലുത്? എന്റെ മനപ്രയാസം എനിക്കേ അറിയാവൂ. രോഹിണി എന്നെ സ്നേഹിക്കുന്നെന്ന് എനിക്കറിയാം. രോഹിണിയെ എനിക്ക് ജീവന തുല്യം ഇഷ്ടവുമാണ്. പിന്നെ ഞാൻ അധ്വാനിച്ച് ആ കാശ് കൊണ്ട് പോറ്റേണ്ടതാണ് എന്റെ ഭാര്യ. രോഹിണി സമ്പത്തിൽ വളർന്നവളാണ്. ഞാൻ തരുന്ന ചെറിയ ജീവിതം എന്നെങ്കിലും മടുത്താൽ അന്ന് നമ്മുടെ രണ്ടുപേരുടെയും സ്വസ്ഥതയില്ലാതാവും. ജയൻ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ പണക്കാരിയായി ജനിച്ചു പോയത് എന്റെ കുറ്റമാണോ? ഈ സമ്പത്തെല്ലാം കളഞ്ഞിട്ട് ജയന്റെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ്. ജയൻ തയ്യാറാണോ? എനിക്ക് അല്പം സമയം വേണം. രോഹിണിയെ പോറ്റാൻ ഒരു ജോലി ഞാൻ നേടട്ടെ. അപ്പോ പോവാണല്ലേ? അതെ, നാളെ ജോലിക്ക് ചേരണം. ഇനി വരില്ലേ? വരും. എന്ന് അറിയില്ല. നല്ല ശമ്പളമാണോ? എന്താ, വലിയ ശമ്പളമാണോന്ന്? അല്ല. പിന്നെന്തിനാ ദൂരസ്ഥലത്തേക്ക് പോണത്? ആ കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ പണം ഞാൻ തരാമല്ലോ. അതാണ് എനിക്ക് വേണ്ടാത്തത്. എനിക്ക് ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം മതി. അതുകൊണ്ട് ജീവിച്ചാൽ മതി. ഈ പിടിവാശി വേണ്ട. എന്നോടുള്ള സ്നേഹമാണ് വലുതെങ്കിൽ എന്നെ ഇനിയും ഇങ്ങനെ വേദനിപ്പിക്കില്ല. പണത്തിന് വേണ്ടി രോഹിണിയെ കല്യാണം കഴിച്ചു എന്ന് പേര് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അതൊരു1000 പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനാണല്ലോ ഈ ടൈപ്പിസ്റ്റ് ജോലി കണ്ടുപിടിച്ചത്. അതെന്റെ കാര്യം. എനിക്കറിയാം എനിക്ക് ഈ ചെറിയ ജോലിയെ കിട്ടുമെന്ന്. അതുകൊണ്ട് എന്നെ മറന്നേക്കൂ. വളരെ ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്നെ മറന്നേക്കൂ. എന്നേക്കുമായി. രണ്ടുപേരുടെയും നന്മയ്ക്കാണ് ഞാൻ പറയുന്നത്. ഇതെന്റെ അവസാന തീരുമാനമാണ്. ഇതിന് ഇനി മാറ്റമില്ല.